നമസ്കാരം. വെൽക്കം ടു തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന പോർഷനെ പറ്റിയിട്ടാണ്. ഭൂമിയുടെ ഘടന അത് നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെയാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പാടൊന്നുമില്ല. റെപ്പറ്റേറ്റീവായിട്ട് എല്ലാ വർഷവും ഒരുപാട് വട്ടം PSC ഈ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു ഭാഗം ഒഴിച്ച് മാറ്റാൻ ഒക്കത്തില്ല. എളുപ്പമാണ്. അപ്പം നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. നമുക്കറിയാം, ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോകും തോറും ചൂടും മർദ്ദവും കൂടി വരുന്നുണ്ട്. 225 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ സ്വന്തമായി നിർമ്മിച്ച സാറ്റലൈറ്റ്സ് ചൊവ്വ ഗ്രഹത്തിൽ, അത് മറ്റൊരു ഗ്രഹത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ താമസിക്കുന്ന ഭൂമിയിലെ ആ ഒരു ഉള്ളറയിലോട്ട് ഇന്നും മനുഷ്യന് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ, അതായത് നമ്മളിപ്പോൾ കുഴിച്ച് താഴോട്ട് പോയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം കുഴിച്ച ആ ഒരു ലെവല് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 12 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഈ 12 കിലോമീറ്റർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക് സമുദ്രത്തിൽ കോലായിൽ 12 കിലോമീറ്റർ താഴ്ചയിൽ ഒരു ഗർത്തം കുഴിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ലോകത്തിൽ മൊത്തം, ഭൂമിയിൽ മൊത്തം എടുത്തു വെച്ച് നോക്കിയാൽ മനുഷ്യൻ കുഴിച്ചിട്ടുള്ള ഏറ്റവും അഗാധ ഗർത്തം എന്ന് പറയുന്നത് ഈ 12 കിലോമീറ്റർ ആണ്. പിന്നീട് നമുക്കറിയാവുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിലെ സ്വർണ്ണഖനിയൊക്കെ ഏകദേശം 3 to 4 കിലോമീറ്റർ വരെ നമുക്ക് കുഴിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതിന് താഴോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് കുഴിച്ച് ചെല്ലുന്നതിനനുസരിച്ച് ചൂട് കൂടി വരും. അതായത് ഭൂമിയുടെ അന്തർഭാഗത്ത് അഥവാ കേന്ദ്രത്തിലോട്ട് പോകും തോറും താപവും മർദ്ദവും കൂടി വരുന്നതാണ് നമുക്ക് ഒരുപാട് കുഴിച്ച് താഴോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം. ഏകദേശം കേന്ദ്രഭാഗത്ത് 5000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ, താപനില എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ സയന്റിസ്റ്റുമാർ കരുതപ്പെടുന്നത്. അതായത് നമുക്കറിയാം, ഇരുമ്പ് ഉരുകുന്നതിന് പോലും ഏകദേശം 1538 ഡിഗ്രി സെൽഷ്യസ് മതി. ആ സമയത്താണ് 5000 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കാര്യം നടക്കത്തില്ല, അല്ലേ? നമുക്ക് ചോദിച്ചിരിക്കുന്ന ടോപ്പിക് എന്താ? ഭൂമിയുടെ ഘടനയെ പറ്റിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഉള്ളിലോട്ട് ചെല്ലുമ്പം എത്ര പാളിയായിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പം ഈ ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു തുറന്നു പോയി നമ്മൾ നോക്കിയിട്ടില്ല. നമുക്ക് 12 കിലോമീറ്റർ വരെ പോകാൻ ഒത്തിട്ടുള്ളൂ. അപ്പം താഴോട്ടുള്ള ഓരോ പാളിയും നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഓരോ പാളിയും കണ്ടെത്തിയതിൻ്റെ കാരണങ്ങൾ, ഏതൊക്കെ ബേസിസിലാണ് നമ്മളത് കണ്ടെത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയെ പറ്റിയിട്ട് അറിയാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും. നമുക്കറിയാം, അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടുന്ന പല കല്ലുകളും പല സാധനങ്ങളുണ്ട്, ലാവ, മാഗ്മ ഒക്കെ കേട്ടിട്ടില്ലേ? അതിൻ്റെ സ്വഭാവം നിരീക്ഷിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ട് ആ രീതിയിൽ നമുക്ക് ഭൂമിയുടെ അടിത്തട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഖനികൾ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഖനനം ചെയ്തെടുക്കുന്ന ഖനികളുണ്ട്, ഖനികളിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവില്ലേ? പല രീതിയിൽ എർത്ത് കേക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ എർത്ത് കേക്സിൻ്റെ ഒരു തരംഗങ്ങൾ ഉണ്ടാവും, അല്ലേ? എർത്ത് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. ആ സെൻറ്ററിൽ ഒരു ഭൂമി കുലുങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് എന്തുണ്ടാവും? വേവ്സ് ഫോം ചെയ്യും, തരംഗങ്ങൾ ഫോം ചെയ്യും. ഈ തരംഗങ്ങളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഭൂമിയിൽ എത്ര പാളികളുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തൊട്ട് പറഞ്ഞു വരുന്ന എർത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പാളികളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ സയൻറ്റിസ്റ്റ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഈ 3 പാളികൾ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാളി എന്താണ്? ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ആണ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി. രണ്ടാമത്തെ പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻറ്റിൽ എന്നാണ് അതിൻ്റെ പേര്. മൂന്നാമത്തെ, അതായത് ഏറ്റവും അകത്തെ പാളി എന്ന് പറയുന്നത് കാമ്പ് അഥവാ കോറ്. അപ്പം 3 പാളിയാണ് എർത്തിന് പ്രധാനമായിട്ടും ഉള്ളത്. ഏറ്റവും പുറമെയുള്ള പാളി എന്താണ്? ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. സെക്കൻഡ് മാൻറ്റിൽ. തേർഡ് കോർ അഥവാ കാമ്പ്. ഇതിനെ പറ്റിയിട്ടാണ് നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പടം വരച്ച് തന്നെ അതിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പം ഇതാണ് ഭൂമിയുടെ ഒരു പോർഷൻ എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ചിത്രം എന്ന് പറയുന്നത്. അത് ഞാൻ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സിന് അപ്പുറത്തോട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ആവശ്യമുള്ളവർ മാത്രം ആ പോയിന്റ്സ് എഴുതിയാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. PSCക്ക് വേണ്ട ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ബാക്കി കേട്ടിരുന്നാലും മതി, എങ്ങനെയാണെന്ന് വെച്ചാൽ താല്പര്യം പോലെ നോക്കിക്കോളൂ. ഏറ്റവും പുറമേ ഉള്ള പാളിയെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ആണല്ലോ.
നോക്കിക്കേ, ഇത്രയും പോർഷനാണ്, ഇവിടം വരെയുള്ള പോർഷനാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കം തന്നെ രണ്ടുണ്ട്. വൻകര ഭൂവൽക്കവുമുണ്ട്, സമുദ്ര ഭൂവൽക്കവുമുണ്ട്. എന്താ വൻകര ഭൂവൽക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന കര, അതാണ് വൻകര ഭൂവൽക്കം. ഇനി സമുദ്ര ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണെന്ന് പറഞ്ഞു, സമുദ്രങ്ങൾ, ഓഷ്യനിക് ക്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമുദ്ര ഭൂവൽക്കം എന്ന് വിളിക്കുന്നത് ആണല്ലോ. വൻകര ഭൂവൽക്കമാണ് മുകളിൽ കാണുന്ന നമ്മൾ താമസിക്കുന്ന മണ്ണ് കൊണ്ട് മൂടപ്പെട്ട വൻകര ഭൂവൽക്കം. ഇനി സമുദ്ര ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂവൽക്കത്തിന് മുകളിൽ എന്താണ്? വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. നോക്കിക്കേ, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാളിയുണ്ട്, കണ്ടോ? ഈ പാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺറാഡ്. എന്താ? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും തമ്മിൽ വേർതിരിക്കുന്ന പാളിയെ വിളിക്കുന്ന പേരാണ് കോൺറാഡ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, UPSC അല്ലെങ്കിൽ SSC പോലുള്ള എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് PSCക്ക് അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾ ഭൂവൽക്കം മാത്രം നോക്കുക. വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും ഭൂവൽക്കത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം നോക്കുക. ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു? ഭൂവൽക്കത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു പാളി ഉണ്ടല്ലോ, അതിനെ നമ്മൾ കോൺറാഡ് എന്ന് വിളിക്കും. ഇനി നോക്കിക്കേ, വൻകര ഭൂവൽക്കം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്താണ് ഖരം എന്ന് വെച്ച് കഴിഞ്ഞാൽ? സോളിഡിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. സെയിം സമുദ്ര ഭൂവൽക്കവും എങ്ങനെ തന്നെയാണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചുരുക്കി പറയാം? ഭൂവൽക്കം എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഭൂവൽക്കം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൻകര ഭൂവൽക്കത്തിൽ, നമ്മൾ താമസിക്കുന്ന വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഒന്ന് സിലിക്കൺ. എന്താണ്? സിലിക്കണും അലൂമിനിയവുമാണ്. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഒന്ന് സിലിക്കണും രണ്ട് അലൂമിനിയവും ആയതുകൊണ്ട് നമ്മൾ വൻകര ഭൂവൽക്കത്തെ ഒരു പേര് വിളിക്കും, സിയാൽ. എന്ത് വിളിക്കും? സിയാൽ. SIAL. സിലിക്കണിന്റെ SIയും അലൂമിനിയത്തിന്റെ സിമ്പലാണ് AL. രണ്ടൂടെ ചേർത്ത് നമ്മൾ വൻകര ഭൂവൽക്കത്തെ വിളിക്കും സിയാൽ. മനസ്സിലായല്ലോ? ഇനി സമുദ്ര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിലിക്കണും മഗ്നീഷ്യവും ആയതുകൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈമ. എന്ത് വിളിക്കും? സൈമ അല്ലെങ്കിൽ സിമ. എന്ത് വിളിക്കും? സൈമ എന്ന് വിളിച്ചു. സിലിക്കണും മഗ്നീഷ്യവുമാണ് സമുദ്ര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. അതുകൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ വേറൊരു പേര് വിളിക്കും, സൈമ. എന്തുകൊണ്ടാണ് വിളിച്ചത്? സിലിക്കണിന്റെ SIയും മഗ്നീഷ്യത്തിന്റെ MAയും ചേർത്ത് സൈമ എന്ന് വിളിച്ചു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, വൻകര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പാറകൾ അല്ലെങ്കിൽ വൻകര ഭൂവൽക്കം ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് ഏത് പാറകളാണ് ഇവിടെ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടെ ചേർന്ന് ഫോം ചെയ്യുന്ന ഗ്രാനൈറ്റുകളാണ് വൻകര ഭൂവൽക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പാറ. അത് നമ്മൾ അടുത്ത ഡീറ്റെയിൽഡ് ആയിട്ട് പാറകൾ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് സിലബസ് ഉണ്ട്, അവിടെ പറയാം. ഇനി സമുദ്ര ഭൂവൽക്കമാണെങ്കിലോ അവിടെ ബസാൾട്ട് ആണ് അവിടുത്തെ പാറയെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടും ബസാൾട്ട് കൊണ്ടാണ് സമുദ്ര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളപ്പോൾ ഭൂവൽക്കം അങ്ങ് കവർ ചെയ്തു. ഏറ്റവും ഭൂമിയുടെ പുറമേ ഉള്ള പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ക്രസ്റ്റ് തന്നെ എന്തുണ്ട്? രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്താണ്? ഓഷ്യനിക് ക്രസ്റ്റ്, സമുദ്ര ഭൂവൽക്കവും ഉണ്ട്, അതുപോലെ തന്നെ വൻകര ഭൂവൽക്കവും ഉണ്ട്. മനസ്സിലായല്ലോ? അതങ്ങ് കഴിഞ്ഞു. ഇനി രണ്ടാമത് നോക്കിക്കോ. നമ്മുടെ രണ്ടാമത്തെ പാളിയുടെ പേരായിരുന്നു മാൻഡിൽ. അത് നമുക്കറിയാം അല്ലെ? മാൻഡിലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അപ്പർ മാൻഡിൽ അല്ലെങ്കിൽ ഉപരി മാൻഡിൽ എന്നും, രണ്ടാമത്തത് ലോവർ മാൻഡിൽ അല്ലെങ്കിൽ അധോ മാൻഡിൽ എന്നും വേർതിരിച്ചിട്ടുണ്ട്. മാൻഡിലിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു എത്ര? രണ്ടായിട്ട്. ഒന്ന് ഉപരി മാൻഡിൽ എന്നും രണ്ടാമത്തത് അധോ മാൻഡിൽ അല്ലെങ്കിൽ ലോവർ മാൻഡിൽ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും പിണ്ഡം അടങ്ങിയിട്ട് അല്ലെ ഏറ്റവും കൂടുതൽ ഭാഗത്ത് കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ മാൻഡിൽ എന്നാണ്. ഏകദേശം 84% ഭൂമിയുടെ സ്ട്രക്ചർ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് മാൻഡിലാണ് കൂടുതലായിട്ട് കാണുക. 84% മാൻഡിലാണ്. മനസ്സിലായല്ലോ? അപ്പം ആദ്യം ഭൂവൽക്കം, രണ്ടാമത്തെ പാർട്ടാണ് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിലിനെ ഉപരി മാൻഡിൽ എന്നും അധോ മാൻഡിൽ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഭൂവൽക്കം എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മുടെ അപ്പർ മാൻഡിൽ അല്ലെങ്കിൽ ഉപരി മാൻഡിൽ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലും
അധോ മാൻഡിൽ അല്ലെങ്കിൽ ലോവർ മാൻഡിൽ എന്ന് പറയുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. എന്താണ് അർദ്ധദ്രാവകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ്രാവകം മീൻസ് ലിക്വിഡ് സ്റ്റേറ്റിൽ, മോൾട്ടൺ സ്റ്റേറ്റിലാണ് നമ്മുടെ അധോ മാൻഡിൽ കാണപ്പെടുന്നത്. അപ്പം ആദ്യത്തെ 3 പാളി ഏതൊക്കെ? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം ചേർന്ന ഭൂവൽക്കവും ഉപരി മാൻഡിൽ, മാൻഡിലിന്റെ മുകളിലത്തെ ഭാഗവും ഏത് രൂപത്തിൽ കാണപ്പെടുന്നു? ഖരരൂപത്തിലും. എന്നാൽ ഏതിലോട്ട് വരുമ്പം അധോ മാൻഡിൽ, മാൻഡിലിന്റെ താഴ്വശം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? അർദ്ധദ്രാവകം അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോൺട്രാഡ് ഓർക്കണ്ട എന്ന് പറഞ്ഞു, ഈ വേർതിരിവിനെ നമ്മൾ ഓർക്കണ്ട. അതേസമയം ഇത് ഓർത്തിരിക്കണം. എന്താണ്? നമ്മുടെ ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരി മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാളിയുണ്ട്. ആ പാളിയുടെ പേരാണ് മോഹോ പരിവർത്തന മേഖല. എന്താ? മോഹോ പരിവർത്തന മേഖല. എന്തൊക്കെയാണ് തമ്മിൽ വേർതിരിക്കുന്നത്? ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാളിയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മോഹോ പരിവർത്തന മേഖല. ഇനി ഉപരി മാൻഡിലും അധോ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാർട്ടുണ്ട് അല്ലെ? ഉപരിമാൻഡിലും അധോ മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് റപ്പറ്റൈ ഡിസ്ക്. എന്താ? റപ്പറ്റൈ ഡിസ്ക്. ഇത് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല, മോഹോ പരിവർത്തന മേഖല ഒന്ന് ഓർത്തിരുന്നോണം. റപ്പറ്റൈ ഡിസ്ക് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി, ആവശ്യമുള്ളവർ എഴുതിയാൽ മതി. ഇനി നോക്കിക്കേ, ഉപരിമാൻഡിലും അധോ മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന റപ്പറ്റൈ ഡിസ്ക് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ മാൻഡിൽ കഴിഞ്ഞു. മാൻഡിലിന്റെ മോൾ ഭാഗം, അതായത് ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അധോ മാൻഡിൽ അല്ലെങ്കിൽ ലോവർ മാൻഡിൽ എന്ന് പറയുന്നത് അർദ്ധദ്രാവകാവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രക്ചർ വരുന്നത് ഇതിനകത്താണ്? മാൻഡിലിനകത്താണെന്ന് പറഞ്ഞു. ഇന്നൊക്കെ ഉപരി മാൻഡിലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സംയുക്തങ്ങൾ ഏതിൻ്റെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിലിക്കൺ അടങ്ങിയ സംയുക്തങ്ങളാണ് ഉപരി മാൻഡിലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്നൊന്ന് ഓർത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഇത് നമ്മുടെ എന്താണ്? കോറാണ് അല്ലെ? ഏറ്റവും കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത്, ഭൂമിയുടെ ഏറ്റവും കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത് കോർ അഥവാ കാമ്പാണ്. കാമ്പിനെയും പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? അകക്കാമ്പും പുറക്കാമ്പും. കേൾക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല, എളുപ്പമാണ്. ശ്രദ്ധിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് ചെയ്തൊന്ന് നോക്കിയാൽ മതി, എളുപ്പമാണ്. പുകക്കാമ്പും ഉണ്ട്, അകക്കാമ്പും ഉണ്ട്, ഇന്നർ കോറും ഔട്ടർ കോറും. ഈ പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിന്റെ പേരൂടെ നിങ്ങൾ ഓർത്തിരുന്നോണം, ലെയ്മാൻ ജെഫ്രീസ് കണ്ടിന്യൂറ്റി. അതും ചോദിക്കാൻ സാധ്യതയില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ മാൻഡിലിനെയും നമ്മുടെ പുറക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഗോട്ടൻബർഗ് വെയ്റ്റ് ചാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാളിയുണ്ട്. ഈ രണ്ടെണ്ണം ഓപ്ഷണൽ ആണ്, നിങ്ങൾ വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് വരയ്ക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്തിട്ടിരുന്നാൽ മതി. ഇനി നോക്കിക്കേ, അധോ മാൻഡിൽ ഞാൻ പറഞ്ഞു അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു, ആണല്ലോ. ഇനി പുറക്കാമ്പ് എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അർദ്ധദ്രാവകമല്ല, പുറക്കാമ്പ് എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ അകക്കാമ്പിലോട്ട് വരുമ്പോൾ പിന്നെയും എന്തായി? ഖരാവസ്ഥയായിട്ട് മാറി. അകക്കാമ്പില് ഖരാവസ്ഥയാവാൻ കാരണം ഈ മൊത്തത്തിലുള്ള പ്രഷർ മൊത്തം, ഈ വെയിറ്റ് മൊത്തം താഴോട്ടല്ലേ കൊടുക്കുന്നത്. ആ താഴോട്ടുള്ള പ്രഷർ കാരണം ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലായിരിക്കും. പഠിക്കാനുള്ള എളുപ്പത്തിന് പറയാം, മോൾവശം മൊത്തം ഖരം, നടുക്ക് വന്ന 2 പോർഷൻ മാത്രം എന്താണ്? ദ്രാവകാവസ്ഥ. നടുക്ക് വന്ന ആരൊക്കെ? അധോ മാൻഡിലും അതുപോലെ പുറക്കാമ്പും മാത്രം ദ്രാവകാവസ്ഥയിലും, ബാക്കി എല്ലാ പോർഷനും എന്താണ്? ഖരാവസ്ഥയിലുമാണ്. ഇനിയും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ കാമ്പിലെ കാമ്പിനെ പുറക്കാമ്പും അകക്കാമ്പും ഏറ്റവും കൂടുതൽ അവിടെ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിക്കലും അയണുമാണ്. എന്തൊക്കെയാ? നിക്കലും അയണും. അതിനെ നമ്മൾ നിഫെ എന്ന് വിളിക്കും, മലയാളത്തിൽ നിഫെ എന്ന് വിളിക്കും. എന്താ നിഫെ എന്ന് വിളിക്കാൻ കാരണം? നിക്കലിന്റെ സിമ്പൽ Ni ആണ്, അയണിന്റെ സിമ്പൽ എന്താണ്? Fe അഥവാ എഫ്, നമ്മളിങ്ങനല്ലേ ഫെറസ് ഒക്കെ എഴുതുന്നത്, ഫെറസൈൻ. അപ്പൊ Fe ആണ് അയണിന്റെ സിമ്പൽ. അതുകൊണ്ട് നമ്മൾ അകക്കാമ്പും പുറക്കാമ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് നിഫെ. അപ്പൊ നിഫെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അകക്കാമ്പും പുറക്കാമ്പും കൂടെ ചേരുന്നത്. സിയാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? നമ്മുടെ വൻകര ഭൂവൽക്കത്തിനെ നമ്മൾ സിയാൽ എന്ന് വിളിക്കും. നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സൈമ അല്ലെങ്കിൽ സിമ എന്ന് വിളിക്കും. അപ്പൊ സിമ, സിയാല്, നിഫെ, ഇത് ഇത്രയും തെറ്റിപ്പോവരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഏറ്റവും വലുത് ഏതാണ്? 84% ഉള്ള മാൻഡിലാണ് ഏറ്റവും കൂടുതൽ ഭൂമിയുടെ പോർഷൻ കവർ ചെയ്യുന്നത്. ഏറ്റവും മുകളിലുള്ളത് ഭൂവൽക്കം, ഏറ്റവും താഴെയുള്ളത് അകക്കാമ്പും പുറക്കാമ്പും ചേർന്നിട്ടുള്ള കാമ്പ് അഥവാ കോറ് എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഈ മോഹോ പരിവർത്തന മേഖല ആരെയൊക്കെ തമ്മിൽ വേർതിരിക്കുന്നതാണ്? നമ്മുടെ ഭൂവൽക്കത്തെയും നമ്മുടെ
അപ്പർ മാൻഡിലിനെയും ഉപരിമാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ മോഹോ പരിവർത്തന മേഖല മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടോണം. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, റപ്പറ്റെ ഡിസ്ക്, ഗോട്ടൻബർഗ് വെയ്റ്റ് ചാർട്ട്, ലെയ്മാൻ ജെഫ്രി കണ്ടിന്യൂറ്റി, ഇതൊക്കെ വലിയ വലിയ എക്സാംസിനൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. UPSC കൂട്ടുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്കത് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ ഒന്ന് എഴുതി ഇട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഫ്യൂവൽ കപ്പ്. ക്രസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. 5 മുതൽ 70 കിലോമീറ്റർ വരെ അകത്തോട്ട്, എന്ന് വെച്ചാൽ നമ്മൾ മുകളോട്ടല്ല, അന്തരീക്ഷമല്ല പറയുന്നത്, ഭൂമിയുടെ നമ്മൾ നിൽക്കുന്ന ഭാഗം തൊട്ട് 5 തൊട്ട് 70 കിലോമീറ്റർ അകത്തോട്ട് ഉള്ള ആഴം അല്ലെ, അല്ലെ താഴ്ചയാണ് എന്ത് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന ഭൂമിയുടെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഭൂവൽക്കം, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം. ഇനി ഭൂമിയുടെ പുറന്തോടെന്നറിയപ്പെടുന്നതും ആരാണ്? ഭൂവൽക്കം തന്നെയാണ്. രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെ? ഒന്ന് വൻകര ഭൂവൽക്കം, രണ്ട് സമുദ്ര ഭൂവൽക്കം വൻകര ഭൂവൽക്കം, രണ്ട് സമുദ്ര ഭൂവൽക്കം. ഓർമ്മയുണ്ടല്ലോ? ഇനി ഒരു കാര്യം ഓർത്തോണേ, സമുദ്ര ഭൂവൽക്കത്തിനാണ് വൻകര ഭൂവൽക്കത്തിനേക്കാളും കനം കുറവ്. കനം കുറവ് അതായത് വൻകരകളിൽ എന്തൊക്കെയുണ്ട്? പർവ്വതങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലുണ്ട്, സമുദ്രത്തിലും ഉണ്ട്, വൻകരയിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഈ പർവ്വത മേഖലയിലോട്ട് ചെല്ലും തോറും കനം കൂടി വരും. അപ്പൊ കനം കുറവ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? സമുദ്ര ഭൂവൽക്കത്തിനാണ് എന്ത് കനം കുറവ്. ഇനി വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞല്ലോ, സിലിക്കേം അലൂമിനിയം. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ മൂലകം എന്നാണ് കേട്ടോ, സിലിക്കണും അലൂമിനിയം അല്ല. സിലിക്കേം അലൂമിനിയം ധാതുക്കളാണ് നമ്മുടെ ഇവിടെ വൻകരകളിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സിയാൽ അല്ലെ. സിലിക്കേ അലൂമിന എന്ന് പറയുന്ന ധാതുക്കൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെ? വൻകര ഭൂവൽക്കത്തിൽ. സോ സിയാൽ എന്നറിയപ്പെടുന്നത് വൻകര ഭൂവൽക്കമാണ്. ഇനി സമുദ്ര ഭൂവൽക്കത്തിൽ മുഖ്യമായി കാണപ്പെടുന്ന ഏതൊക്കെയായിരുന്നു? സൈമ അല്ലെ. ഏതൊക്കെയായിരുന്നു? സിലിക്കയും മഗ്നീഷ്യവുമാണ് സമുദ്ര ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ. അതുകൊണ്ട് സൈമ എന്നറിയപ്പെടുന്നത് സമുദ്ര ഭൂവൽക്കത്തിനെയാണ്. ഇനി ശിലകളുടെയും ധാതുക്കളുടെയും കലവറ. ശില എന്താണ്? പാറ. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ പാർട്ട് പുറന്തോടായിട്ടുള്ള ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതാണ് ഏറ്റവും കൂടുതലുള്ള മൂലകം, എലമെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതലുള്ള മൂലകം. ഇനി ലോഹം ഏതാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അലൂമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അലൂമിനിയമാണ്. ഇനി ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഏത് തന്നെയാണ്? ഓക്സിജൻ ആണ്. അപ്പം രണ്ട് രീതിയിൽ ചോദിക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ, ഭൂവൽക്കം എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമാണ് അല്ലെ, എർത്തിന്റെ ഏറ്റവും മുകളിലൊരു പാർട്ട് മാത്രമാണ് ഭൂവൽക്കം. അതിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അതുകൊണ്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഏതാണ്? ഓക്സിജൻ ആണ്. പിന്നീട് ഏറ്റവും കൂടുതലുള്ള ലോഹം എവിടെ? ഭൂവൽക്കത്തിലുള്ള ലോഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അലൂമിനിയം ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും പോയിന്റ്സ് ഒരിക്കലും വിട്ടുകളയരുത്. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഫാക്ട്സ് ആണ്. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാൻഡിൽ. അടുത്ത മാൻഡിലാണ്. മാൻഡിൽ നോക്കാം. മാൻഡിലിന്റെ വേറൊരു പേരാണ് ബഹിരാവരണം. ഇത് ഏകദേശം 70 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. നമ്മൾ പറഞ്ഞു ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഭാഗം മാൻഡിലിനാണ് ഉൾപ്പെടുന്നതെന്ന്. ഭൂവൽക്കത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് മാൻഡിൽ. പിന്നെ 84% ഭൂമിയുടെ ഘടനയുടെ 84% മാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗം അഥവാ ഏറ്റവും പിണ്ഡം കൂടിയ ഭാഗം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആരാണ്? മാൻഡിലാണ്. ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ, രണ്ടായി തിരിക്കാം. ആരൊക്കെ? ഉപരി മാൻഡിൽ അഥവാ അപ്പർ മാൻഡിൽ എന്നും അധോ മാൻഡിൽ അഥവാ ലോവർ മാൻഡിൽ എന്നും തിരിക്കാം. ഉപരി മാൻഡിലിൽ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഉപരി മാൻഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിലിക്കൺ ആണ്. ഉപരി മാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ്. ഇരുമ്പും മഗ്നീഷ്യം സിലിക്കൺ. അപ്പൊ സിലിക്കൺ കൂടാതെ ഇരുമ്പും മഗ്നീഷ്യവും കൂടെ എവിടെയുണ്ട്? നമ്മുടെ മാൻഡിലിൽ കാണപ്പെടുന്നുണ്ട്. അതിനകത്ത് ഉപരി മാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ ആണ് ഏറ്റവും കൂടുതൽ ഓർക്കുക. മാൻഡിലിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇരുമ്പ്, മഗ്നീഷ്യം, സിലിക്കൺ. ഉപരി മാൻഡിലിൽ പദാർത്ഥങ്ങൾ ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? നമ്മൾ പറഞ്ഞു ഖരാവസ്ഥയിലാണ്. ഭൂവൽക്കത്തിലും ഉപരി മാൻഡിലും ഖരാവസ്ഥയിലും. ഉപരി മാൻഡിലിന്റെ തൊട്ട് താഴെയുള്ള അധോ മാൻഡിൽ എത്തുമ്പോൾ അവിടെ എന്താണ്? അർദ്ധ ദ്രാവക അവസ്ഥയിലാണ് പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത്. അധോ മാൻഡിലിൽ പദാർത്ഥങ്ങൾ അർദ്ധ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയാതിരിക്കും. ഭൂവൽക്കവും
ഉപരിമാൻഡിലും ചേർന്ന്, ഉപരിമണ്ഡലമല്ല ഉപരിമാൻഡിലും ചേർന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ, പടം വരച്ചപ്പോൾ കാണിച്ചില്ല. എങ്ങനെയാ വരച്ചത്? ഇത് ഭൂമിയാണെങ്കിൽ ഏറ്റവും മുകളിൽ എന്താണ്? ഇതാണ് ഭൂവൽക്കം ആണല്ലോ. ഭൂവൽക്കം, ഔട്ടർ കോർ ഇന്നർ കോർ ഉണ്ട്. ഇതാണ് മാൻഡിൽ അല്ലേ? മാൻഡില്. ഈ മാൻഡിലിനകത്ത് അപ്പർ മാൻഡിൽ ഉണ്ടല്ലോ. ഈ അപ്പർ മാൻഡിൽ, അതായത് ഉപരിമാൻഡിലും ഈ ഭൂവൽക്കവും കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ഏതൊക്കെ കൂടെ ചേരും? ഭൂവൽക്കവും ഉപരിമാൻഡിലും കൂടെ ചേരുന്ന ഭാഗമാണിത് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത് ഭൂവൽക്കം പ്ലസ് ഉപരിമാൻഡിൽ. പഠിച്ചു വെച്ചോണം. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അസ്തനോസ്ഫിയറിനെ പറ്റിയിട്ടാണ്. എന്താണ് അസ്തനോസ്ഫിയർ? ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിച്ചോണേ. ചോദിച്ചിട്ടുണ്ട്. എന്താണ് അസ്തനോസ്ഫിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിലാമണ്ഡലത്തിന് താഴെ. ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലിത്തോസ്ഫിയർ അല്ലേ? ലിത്തോസ്ഫിയറിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എന്താ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിത്തോസ്ഫിയറിന്റെ താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി. ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, അഗ്നിപർവ്വതങ്ങളെല്ലാം എവിടെ കാണപ്പെടുന്നത്? ഭൂവൽക്കത്തിലാണ് കാണപ്പെടുന്നത് അല്ലെ? അപ്പൊ ഈ അഗ്നിപർവ്വതം പൊട്ടുമ്പം നമ്മൾ കേട്ടിട്ടുണ്ട് എന്ത് പുറത്തു വരും? ലാവ പുറത്തു വരും അല്ലെ? അപ്പം ഈ പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലാവ. ഇനി അകത്ത് എപ്പോഴും നമ്മൾ പറയത്തില്ല ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കുക എന്ന് പറയും. പൊട്ടുമ്പോഴാണ് ഇത് വെളിയിലോട്ട് വരുന്നത്, മോൾട്ടൺ സ്റ്റേറ്റിൽ വെളിയിലോട്ട് വരുന്നത്. അകത്ത് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്, തിളച്ചോണ്ടിരിക്കുന്ന സാധനത്തിന് നമ്മൾ ഒരു പേര് വിളിക്കും. എന്തായിരുന്നു? മാഗ്മ എന്ന് വിളിക്കും അല്ലെ? മാഗ്മ പുറത്ത് വന്നു കഴിയുമ്പോൾ ലാവയായിട്ട് മാറും. ഈ ലാവ പുറത്ത് വരത്തില്ലേ? ഈ ലാവ പുറത്ത് വന്നിട്ട് അത് പടർന്നു കിടക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു പോർഷനെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എന്താ? അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവങ്ങൾ. അതെന്താ ശിലാദ്രവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവയുടെ സ്രോതസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ശിലാമണ്ഡലത്തിന്റെ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് ഒരു ദ്രാവകാവസ്ഥയിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ആ ഒരു പാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. എന്താണ് ശിലാദ്രവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്നിപർവ്വതത്തിനകത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നത് മാഗ്മയാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം നമ്മൾ പറയാറുണ്ട് എന്ത്? മാഗ്മ വെളിയിലോട്ട് ഒഴുകുമ്പം അതെന്തായിട്ട് മാറി? ലാവയായിട്ട് മാറി. നമ്മൾ പറയാറുണ്ടല്ലോ ലാവയൊക്കെ തണുത്തുറഞ്ഞ് പാറയായിട്ട് മാറുമെന്ന്. അതാണ് കാര്യം. അസ്തനോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്താണ്? ചോദിച്ചിട്ടുണ്ട്. ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങളെല്ലാം കൂടെ ഉരുകിയിട്ട് ഒരുവിധം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ആ ഒരു പാളിയെ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് കാമ്പ്. നമ്മൾ പറഞ്ഞു ഭൂവൽക്കം കഴിഞ്ഞു, പിന്നെ നമ്മുടെ മാൻഡിൽ, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് എന്താണ്? നമ്മുടെ കോറ്, എർത്തിന്റെ കോറിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കാമ്പ് 2890 കിലോമീറ്റർ അടിയിൽ തൊട്ട് 6378 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി, നമുക്ക് കറക്റ്റ് അളവറിയില്ല, ഏകദേശം 6000 കിലോമീറ്റർ ആണ് അകത്തോട്ട് ഉള്ളതെന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ചൂട് കൂടിയ ഭാഗം ഏതാണ്? നമ്മുടെ കോറാണ്. 6378 കിലോമീറ്റർ ആണ് ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ്. പിന്നെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത്? നിക്കലും അയൺ എന്നീ ധാതുക്കൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ നിക്കലും അയണും കൊണ്ടാണ് നമ്മുടെ കോറ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോറിനെ ഒരു പേര് വിളിക്കും നിഫെ. എന്ത് വിളിക്കും? നിഫെ. അയണിന്റെ സിമ്പൽ ആണ് Fe അല്ലെ? ആ ഒരു രീതിയിൽ Fe എന്ന് വിളിക്കും. സോ നിഫെ എന്നാണ് എന്തിന്റെ പേര്? നമ്മുടെ കാമ്പിന്റെ മറ്റൊരു പേരാണ് നിഫെ. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ പടം വരച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഇത് പുറക്കാമ്പ് അല്ലെ, ഔട്ടർ കോറ്, ഇത് ഇന്നർ കോറാണെന്ന് പറഞ്ഞു. ഈ പുറക്കാമ്പും എന്തുമായിരുന്നു? നമ്മുടെ അധോ മാൻഡിൽ അഥവാ ലോവർ മാൻഡിലും ദ്രാവകാവസ്ഥയിലാണെന്ന് പറഞ്ഞു അല്ലെ? ഇത് രണ്ടും ദ്രാവകാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പുറക്കാമ്പ് എന്താണ്? ദ്രാവകാവസ്ഥയിലാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലായിരുന്നു. എന്തായിരുന്നു കാരണം? ഈ മോളിൽ നിന്നുള്ള വെയിറ്റിന്റെ പ്രഷർ എല്ലാം കൂടെ കൊണ്ടിട്ട് അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പും അതിന്റെ തൊട്ടു മുകളിലുള്ള അധോ മാൻഡിലും എന്താണ്? ദ്രാവകാവസ്ഥയിലും ആണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ്സ് അത്രയും തീർന്നു. അപ്പം നമ്മുടെ സ്ട്രക്ചർ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത് അഥവാ നമ്മുടെ ഭൂമിയുടെ ഘടനയാണ് നമ്മളോട് സിലബസിൽ ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്നോ രണ്ടോ ഫാക്ട്സും കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും താഴ്ചയുള്ള ഗർത്തം അഥവാ
ആർട്ടിക് സമുദ്രത്തിലെ കോലായിലെ 12 കിലോമീറ്റർ താഴ്ചയിൽ തീർത്താണെന്ന് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ അന്തർഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ് ജിയോളജി. അത് ഓർത്തിരുന്നോണം. ജിയോളജിയുടെ പിതാവാണ് ജെയിംസ് ഹട്ടൺ. ദെൻ ഭൗമോപരിതലത്തെക്കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ അറിയുന്ന പേരാണ് ജോഗ്രഫി. എന്താണെന്ന് അറിയുന്നത് ജോഗ്രഫി എന്ന് വിളിക്കും. ഇനി പ്രധാനപ്പെട്ട ഓർക്കേണ്ട കാര്യങ്ങൾ ഭൂവൽക്ക മൂലകങ്ങൾ എത്രത്തോളം പെർസെൻറ്റേജിലാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിലുള്ളത്, 46.6%. ഇത് പഠിച്ചു വെച്ചോണം. ഭൂവൽക്കത്തിൽ ഓക്സിജന്റെ അളവ് 46.6%. രണ്ടാം സ്ഥാനം സിലിക്കണിനാണ്, 27.7%. അലൂമിനിയം മൂന്നാം സ്ഥാനം 8.1%. ഇരുമ്പ് 5%. ലാസ്റ്റ് കാൽസ്യം 3.6%. ഇത്രയും നമ്മൾ ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ, രണ്ടാമത് സിലിക്കൺ. ഓക്സിജനും സിലിക്കണും ഒക്കെ എത്ര ഉണ്ടെന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഭൂമിയുടെ ഘടന തീർത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം. പിന്നീട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ നമസ്കാരം.